രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴും ഗുരുവായൂർ സ്വദേശി അലൻ കരഞ്ഞില്ല. ജീവിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ മസിൽ ഉറച്ചു പോകുന്ന ന്യൂറോളജിക്കൽ പാരലൈസ്ഡ് കണ്ടീഷൻ എന്ന രോഗാവസ്ഥ മൂലം കൊച്ചി അമൃത ആശുപത്രിയുടെ ചികിത്സയിലാണ് ബിരുദധാരി കൂടിയായ ഈ യുവാവ്. കുന്നംകുളത്തും തൃശ്ശൂരിലും ഡൽഹിയിലും പോയി പഠിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ 10 വർഷത്തെ ഗവേഷണം നടത്തി. വൈദ്യശാസ്ത്ര രംഗത്ത് സഹായകമാകുന്ന സ്വപ്ന പദ്ധതിക്ക് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്ത് സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് വിധി വീണ്ടും ചതിച്ചത്. അലൻ്റെ അരയ്ക്ക് താഴെ തളർന്നു. നടക്കാൻ കഴിയാതെയായി. മസിൽ ഉറച്ചു പോകുന്ന ന്യൂറോളജിക്കൽ പാരലൈസ്ഡ് കണ്ടീഷൻ എന്ന രോഗാവസ്ഥ. അലനിപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലാണ്. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ മസിലിന് അയവ് വരുത്തുന്ന ശസ്ത്രക്രിയ ചെയ്യണം. ഇതിന് 5 ലക്ഷം രൂപ വേണം. പണം ഇല്ലാത്തതിനാൽ ചികിത്സ നീണ്ടുപോവുകയാണ്. ചികിത്സയ്ക്കും പഠനത്തിനുമായി വീട് വിറ്റു. അച്ഛൻ സുനിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അമ്മ വത്സല വീട്ടുജോലി ചെയ്യുന്നു. 2 വയസ്സുള്ളപ്പോൾ ഗുരുതര രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ശസ്ത്രക്രിയയിലൂടെ ഒരു കണ്ണ് നീക്കം ചെയ്തു. 5-ാം വയസ്സിൽ 2ാമത്തെ കണ്ണിനും കാഴ്ച നഷ്ടമായി. എന്നിട്ടും അലൻ പോരാടി. കുന്നംകുളം അന്ധവിദ്യാലയത്തിലും ബോയ്സ് ഹൈസ്കൂളിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ഫങ്ഷണൽ ഇംഗ്ലീഷിൽ ബിരുദം നേടി. പഠിച്ചത് ഫങ്ഷണൽ ഇംഗ്ലീഷാണെങ്കിലും അലന് താല്പര്യം കമ്പ്യൂട്ടറിനോട് ആയിരുന്നു. പഠിപ്പിച്ച അധ്യാപകരെല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അലൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പഠനം നടത്തി. ഡോക്ടർമാർക്ക് സഹായകരമാകുന്ന പ്രോഗ്രാമിനായി 2016 മുതൽ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി. പ്രോഗ്രാം സർക്കാരിന് സമർപ്പിച്ചു. ബംഗളൂരുവിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു അലൻ. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അലന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ നടക്കാനാകാത്ത സ്ഥിതി വന്നതോടെ മനസ്സ് തളർന്നുപോയി. കാൽമുട്ട് മടങ്ങാതിരുന്നതോടെ മസിലുകൾ ഉറച്ചുപോയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് പരിഹരിക്കാനായി ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. ആദ്യം കാലിൽ ഇങ്ങനെ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുമായിരുന്നു. അത് തരിപ്പ് പറയുമ്പോൾ നമുക്കവിടെ സെൻസിറ്റിവിറ്റി ഇല്ലാതെ പെട്ടെന്ന് അവിടെ തൊടുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാതെയായിരുന്നു. ചെരുപ്പൊക്കെ ഇടുമ്പോൾ ചെരുപ്പ് തനിയെ ഊരി പോകുമായിരുന്നു. പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ കാല് നിവരാതിയായി. ഇപ്പോൾ കാലിൻ്റെ മുട്ട് ഒരു 45 ഡിഗ്രി നിവരുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൾറെഡി കാഴ്ചയില്ല. അപ്പോൾ നടക്കാൻ കൂടി പറ്റാതാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവനൊരു ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ചികിത്സയ്ക്ക് ഇപ്പോൾ സർജറിക്ക് ഇനീഷ്യൽ എമൗണ്ട് 5 ലക്ഷം രൂപയോളം കെട്ടിവെക്കുന്നതാണ് ഡോക്ടർമാർ പറയണത്. ഓപ്പറേഷൻ ഇനിയും വൈകിയാൽ ആ പ്രതീക്ഷയും ഒരുപക്ഷെ മങ്ങിയേക്കാം. കണ്ണുകൾക്കോ കാഴ്ച നഷ്ടപ്പെട്ടു. ഇനി പൂർണ്ണമായും നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തോട് ഇതുവരെ പൊരുതി നേടിയത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് അലൻ. സുമനസ്സുകളുടെ സഹായമുണ്ടായാലേ അലന് ജീവിതം മുന്നോട്ട് നയിക്കാനാകൂ. കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.